അറിവിൻ്റെ ജാലകത്തിലേക്ക് ഏവർക്കും സ്വാഗതം. എൻ്റെ പേര് ജുവൽ. കേരള PSCയുടെ മിഡീവൽ ഇന്ത്യൻ ഹിസ്റ്ററി വിഭാഗത്തിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് നമ്മളിവിടെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് ഈ വീഡിയോ സീരീസിൻ്റെ 5ാമത്തെ ഭാഗമാണ്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പ്രധാനമായിട്ടും മുഹമ്മദ് ബിൻ തുഗ്ലക്കിനെ കുറിച്ചായിരുന്നു പഠിച്ചിരുന്നത്. ഈ വീഡിയോയിൽ നമ്മൾ തുഗ്ലക്ക് വംശത്തിലെ ബാക്കി രാജാക്കന്മാരെ കുറിച്ചാണ് പഠിക്കുവാൻ പോകുന്നത്. അപ്പോൾ കമ്പാരിറ്റീവ്ലി കഴിഞ്ഞ വീഡിയോ വെച്ച് നോക്കുകയാണെങ്കിൽ ഈ വീഡിയോ ഒരു ചെറിയ വീഡിയോ ആയിരിക്കും. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഇന്ത്യയിൽ കനാൽ വഴിയുള്ള ഗതാഗതം ആരംഭിച്ച രാജാവ് ആരാണ്? ഉത്തരം ഫിറോസ് ഷാ തുഗ്ലക്ക്. ഓർത്തു വയ്ക്കുക, ഇന്ത്യയിൽ കനാൽ വഴിയുള്ള ഗതാഗതം ആരംഭിച്ച രാജാവ് ഫിറോസ് ഷാ തുഗ്ലക്ക് ആയിരുന്നു. ഇനി ഫിറോസ് ഷാ തുഗ്ലക്കിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ തുഗ്ലക്ക് വംശത്തിലെ 3ാമത്തെ ഭരണാധികാരിയായിരുന്നു ഈ ഫിറോസ് ഷാ തുഗ്ലക്ക്. ഇനി മുഹമ്മദ് ബിൻ തുഗ്ലക്കിന്റെ പിൻഗാമി ആരാണെന്ന് ചോദിച്ചാൽ അതും ഈ ഫിറോസ് ഷാ തുഗ്ലക്കാണ്. അദ്ദേഹത്തിൻ്റെ ഭരണകാലം ഏതാണ്ട് 1351 മുതൽ 1388 വരെയായിരുന്നു. തുഗ്ലക്ക് വംശത്തിലെ ഏറ്റവും കൂടുതൽ കാലം ഭരിച്ച ചക്രവർത്തിയാണ് ഈ ഫിറോസ് ഷാ തുഗ്ലക്ക്. പക്ഷേ ഏറ്റവും കൂടുതൽ കാലം ഭരിച്ചത് ഫിറോസ് ഷാ തുഗ്ലക്ക് ആണെങ്കിലും PSCയുടെ ഭാഗത്ത് നിന്ന് നോക്കുകയാണെങ്കിൽ നമ്മൾ ഏറ്റവും പ്രധാനമായി അറിഞ്ഞിരിക്കേണ്ടത് മുഹമ്മദ് ബിൻ തുഗ്ലക്കിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ അത് കാണാതെ ആരെങ്കിലും ഇത് കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായും അതൊന്ന് പോയി കണ്ടു നോക്കുക. ഇനി കുത്തബ് മിനാറിൻ്റെ ഏറ്റവും മുകളിലത്തെ നില പുതുക്കി പണിത തുഗ്ലക്ക് രാജാവ് ആരാണ്? ഉത്തരം ഫിറോസ് ഷാ തുഗ്ലക്ക്. അപ്പോൾ ഓർത്തു വയ്ക്കുക, ഫിറോസ് ഷാ തുഗ്ലക്കാണ് കുത്തബ് മിനാറിൻ്റെ ഏറ്റവും മുകളിലത്തെ നില പുതുക്കി പണിത തുഗ്ലക്ക് രാജാവ്. ഇനി ഇന്ത്യയിൽ ഹിന്ദുക്കളുടെ മേൽ ജസിയ എന്ന മതനികുതി ആദ്യമായി ഏർപ്പെടുത്തിയ ഭരണാധികാരി ആരാണ്? ഉത്തരം ഫിറോസ് ഷാ തുഗ്ലക്ക്. അപ്പോൾ ഓർത്തു വയ്ക്കുക, ഫിറോസ് ഷാ തുഗ്ലക്കാണ് ഇന്ത്യയിൽ ഹിന്ദുക്കളുടെ മേൽ ജസിയ എന്ന മതനികുതി ആദ്യമായി ഏർപ്പെടുത്തിയ രാജാവ്. ഇനി ജസിയ നിർത്തലാക്കിയ മുഗൾ ഭരണാധികാരി ആരാണെന്ന് ചോദിച്ചാൽ അത് അക്ബറാണ്. അതുപോലെ ഇത് പുനരാരംഭിച്ച മുഗൾ ഭരണാധികാരി ആരാണെന്ന് ചോദിച്ചാൽ അത് ഔറംഗസേബാണ്. അപ്പോൾ ഓർത്തു വയ്ക്കുക, ജസിയ എന്ന മതനികുതി ഇവിടെ ആദ്യമായി ഹിന്ദുക്കളുടെ മേൽ അടിച്ചേൽപ്പിച്ചത് ഫിറോസ് ഷാ തുഗ്ലക്ക് ആയിരുന്നു. അതിനുശേഷം പിന്നീട് മുഗൾ ഭരണം വന്നപ്പോൾ അക്ബർ ഇത് നിർത്തലാക്കി. എന്നാൽ പിന്നീട് വന്ന ഔറംഗസേബ് ഇത് വീണ്ടും പുനരാരംഭിച്ചു. യഥാർത്ഥത്തിൽ ജസിയ എന്ന മതനികുതി ഇവിടെ മുസ്ലിം ഭരണം ആരംഭിച്ചപ്പോഴേ ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അതായത് ഏതാണ്ട് കുത്തബുദ്ദീൻ ഐബക്കിൻ്റെ കാലം മുതൽക്ക് തന്നെ. എന്നാൽ ഇത് ശക്തമായി അടിച്ചേൽപ്പിച്ചത് ഫിറോസ് ഷാ തുഗ്ലക്ക് ആയിരുന്നു. അതുകൊണ്ട് സാധാരണ PSC ചോദ്യം ചോദിക്കുമ്പോൾ ഓപ്ഷനിൽ ഉണ്ടാവാറ് ഫിറോസ് ഷാ തുഗ്ലക്കാണ്. പക്ഷേ ഓപ്ഷനിൽ കുത്തബുദ്ദീൻ ഐബക്ക് ഉണ്ടെങ്കിൽ കുത്തബുദ്ദീൻ ഐബക്കാണ് ശരി ഉത്തരം. അതായത് ഫിറോസ് ഷാ തുഗ്ലക്കിന് മുമ്പുണ്ടായിരുന്ന ഏതെങ്കിലും മുസ്ലിം ഭരണാധികാരികൾ ആ ലിസ്റ്റിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരാണ് ശരി ഉത്തരം. ഇനി ഫിറോസ് ഷാ തുഗ്ലക്ക് സ്ഥാപിച്ച നഗരങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ അത് ഫിറോസാബാദ്, ജോൻപൂർ, ഫിറോസ്പൂർ, ഹിസാർ, ഫത്തേബാദ് എന്നിവയായിരുന്നു. അപ്പോൾ ഓർത്തു വയ്ക്കുക, ഫിറോസ് ഷാ തുഗ്ലക്ക് സ്ഥാപിച്ച നഗരങ്ങൾ ഫിറോസാബാദ്, ജോൻപൂർ, ഫിറോസ്പൂർ, ഹിസാർ, ഫത്തേബാദ് എന്നിവയായിരുന്നു. ഇനി താരിഖി ഫിറോസ് ഷാഹി എഴുതിയത് ആരാണ്? ഉത്തരം സിയാവുദ്ദീൻ ബറാനി. ഈ താരിഖി ഫിറോസ് ഷാഹി എന്നാൽ ഫിറോസ് ഷായുടെ ചരിത്രം എന്നാണ് അതിൻ്റെ അർത്ഥം. സിയാവുദ്ദീൻ ബറാനി തുഗ്ലക്ക് കാലഘട്ടത്തിൽ ഇവിടെ ജീവിച്ചിരുന്ന ഒരു ചരിത്രകാരനായിരുന്നു. അടിമ വംശത്തിലെ ഗിയാസുദ്ദീൻ ബാൽബന്റെ കാലം മുതൽ തുഗ്ലക്ക് വംശത്തിലെ ഫിറോസ് ഷാ തുഗ്ലക്കിന്റെ കാലം വരെയുള്ള ചരിത്രമാണ് ഈ താരിഖി ഫിറോസ് ഷാഹി എന്ന പുസ്തകത്തിൽ അദ്ദേഹം ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതായത് ഏതാണ്ട് 1266 മുതൽ 1355 വരെയുള്ള ചരിത്രം. അപ്പോൾ നമ്മൾ നേരത്തെ സിയാവുദ്ദീൻ ബറാനിയെക്കുറിച്ച് പറഞ്ഞിരുന്നു. സിയാവുദ്ദീൻ ബറാനിയാണ് മുഹമ്മദ് ബിൻ തുഗ്ലക്കിനെ വൈരുദ്ധ്യങ്ങളുടെ കൂടിച്ചേരലെന്ന് വിശേഷിപ്പിച്ചത്. അപ്പോൾ അതുകൂടി ഒന്ന് ഓർത്തു വയ്ക്കുക. ഇനി മംഗോൾ രാജാവ് തിമൂർ ഇന്ത്യയെ ആക്രമിച്ചപ്പോൾ ഇവിടെ ഭരിച്ചിരുന്ന തുഗ്ലക്ക് ഭരണാധികാരി ആരാണ്? ഉത്തരം നസ്രുദ്ദീൻ മഹ്മൂദ്. അപ്പോൾ ഓർത്തു വയ്ക്കുക, തിമൂർ ഇവിടെ ആക്രമണം നടത്തുമ്പോൾ നസ്രുദ്ദീൻ മഹ്മൂദ് ആയിരുന്നു ഇവിടെ ഭരിച്ചിരുന്ന തുഗ്ലക്ക് ഭരണാധികാരി. ഇനി തിമൂർ ഇന്ത്യയെ ആക്രമിച്ച വർഷം ഏതാണെന്ന് ചോദിച്ചാൽ അത് 1398 അപ്പോൾ ഓർത്തു വയ്ക്കുക, മംഗോൾ രാജാവായിരുന്ന തിമൂർ ഇവിടെ ആക്രമണം നടത്തിയത് 1398 ഇനി തുഗ്ലക്ക് രാജവംശത്തിലെ അവസാനത്തെ ഭരണാധികാരി ആരാണെന്ന് ചോദിച്ചാൽ അത് നസ്രുദ്ദീൻ മഹ്മൂദാണ്. അതായത് മുഹമ്മദ് ബിൻ രണ്ടാമനെന്നും പറയും. അപ്പോൾ ഓർത്തു വയ്ക്കുക, ഈ നസ്രുദ്ദീൻ മഹ്മൂദ് ആയിരുന്നു തിമൂർ ഇവിടെ ആക്രമണം നടത്തുമ്പോൾ ഇവിടെ ഭരിച്ചിരുന്ന രാജാവ്. അദ്ദേഹമാണ് തുഗ്ലക്ക് വംശത്തിലെ അവസാനത്തെ ഭരണാധികാരി.
അപ്പോൾ ഇത്രയും കാര്യങ്ങളായിരുന്നു ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ ഉദ്ദേശിച്ചത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ആസ് ഓൾവൈസ് താങ്ക് യു ഫോർ വാച്ചിങ് അറിവിൻ്റെ ജാലകം.